ഇവിടെയുള്ള ഗവൺമെന്റിനെ എതിർക്കണമെന്ന് താല്പര്യമുള്ള ശക്തികളാകെ ആ പ്രചരണത്തോടൊപ്പം കൂടി. ചില മാധ്യമങ്ങളും വലിയ തോതിൽ ആ പ്രചരണം നടത്തി, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടത്തി. അത്തരം കാര്യങ്ങളിലാണ് നിങ്ങളോട് എനിക്കൊരു പൊതു അഭ്യർത്ഥന നടത്താനുള്ളത്. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ വലിയ തോതിൽ കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരു മേഖലയാണ്. ഒരുപാട് തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നതിന് വേണ്ടി പ്രൊഫഷണൽ ഏജൻസികളെ പല നിക്ഷിപ്ത താല്പര്യക്കാരും ദുരുപയോഗിക്കുന്നുണ്ട്. അങ്ങനൊരു അവസ്ഥ നിലനിൽക്കുമ്പോൾ നിങ്ങളെപ്പോലുള്ളവർക്ക്, നിങ്ങൾക്ക് സാമൂഹ്യ പ്രതിബദ്ധതയുണ്ട്. ആ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി എന്താണ് നാട്ടിൽ സംഭവിക്കുന്നത്, എന്താണ് സംഭവിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് ഈ അവസ്ഥയിലേക്ക് എത്തിയത്, ആ കാര്യങ്ങൾ തുറന്ന് പറയാൻ കഴിയുമല്ലോ. ആ കടമ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. നല്ല രീതിയിൽ അത്തരം പ്രചരണങ്ങളിലേക്ക് കടക്കാൻ നിങ്ങൾക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. സർക്കാർ ജീവനക്കാരെ എത്ര കണ്ട് ശത്രുതാ മനോഭാവത്തോടെ ഇവിടെ ഉണ്ടായിരുന്ന സർക്കാരുകൾ തന്നെ നോക്കിക്കണ്ടിരുന്നു. അതിൻ്റെ ഭാഗമായുള്ള അതിക്രൂരമായ നടപടികൾ ഏതെല്ലാം തരത്തിൽ നേരിടേണ്ടി വന്നിരുന്നു എന്നതെല്ലാം ഇന്ന് മനസ്സിലാക്കാൻ കഴിയുക. വളരെ വേഗം കാര്യങ്ങൾ മറന്നുപോകുന്ന ഒരു അന്തരീക്ഷമുണ്ട് എന്നുള്ളത് നമ്മൾ കാണണം. അപ്പോൾ അത്തരം അനുഭവങ്ങൾ ഓർമ്മിപ്പിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. NGO യൂണിയൻ കേവലമായ ഒരു സർവീസ് സംഘടനയുടെ പേര് മാത്രമല്ല. നമ്മുടെ കേരളത്തിലെ സർവീസ് മേഖല നേടിയെടുത്ത അവകാശങ്ങൾ, അതിന് വിവിധ കാലയളവിൽ നടത്തേണ്ടി വന്ന പ്രക്ഷോഭങ്ങൾ, സമരങ്ങൾ, ത്യാഗനിർഭരമായ ഒട്ടേറെ അനുഭവങ്ങൾ, അതെല്ലാം പിന്നിട്ടൊരു സംഘടനയാണ്. ഇപ്പോൾ സർവീസിൻ്റെ ഭാഗമായി വരുന്ന പുതിയ തലമുറക്ക് ഇതെല്ലാം സർവീസിൻ്റെ ഭാഗമായി ലഭിക്കുന്നതല്ലേ? അതിലെന്താണ് സംഘടനക്ക് പ്രത്യേക പങ്കുള്ളത് എന്നൊരു തോന്നൽ ഈ കാലത്ത് ചിലപ്പോൾ ഉണ്ടായേക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇന്ന് ഈ കാണുന്ന സർവീസ് രംഗം ഇങ്ങനെയായി മാറിയത്? അതിൻ്റെതായ ചരിത്രം, ആ ചരിത്രത്തിൽ NGO യൂണിയൻ വഹിച്ച പങ്ക്, അത് കൃത്യമായി മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള ഒരു പരിപാടി ഈ കെട്ടിടത്തിൽ ഉണ്ടാകേണ്ടതാണ് എന്നാണ് തോന്നുന്നത്. പുതുതായി വരുന്ന ആളുകൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ചെറിയൊരു സ്ഥലം അതിനുവേണ്ടി മാറ്റുകയും അതെല്ലാ കാലവും അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആളുകൾക്ക് അവസരമുണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നത് നന്നാവും. ഒരുപാട് പ്രക്ഷോഭ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സംഘടന ഓരോ ഘട്ടത്തിലും അനുഭവിക്കേണ്ടി വന്ന തിക്തമായ കാര്യങ്ങൾ, അതിനെയെല്ലാം എത്ര ധീരോദാത്തമായ രീതിയിലാണ് സംഘടന അതിജീവിച്ചത്, ഇതെല്ലാം പുതിയ തലമുറക്കും ഉൾക്കൊള്ളാൻ കഴിയേണ്ടതുണ്ട്. അപ്പോഴാണ് നമ്മുടെ നാട്ടിൽ നടക്കാൻ പാടില്ലാത്ത എന്തെല്ലാം കാര്യങ്ങൾ സർക്കാർ തലത്തിൽ തന്നെ നടന്നിരുന്നു, സർക്കാർ ജീവനക്കാരെ എത്ര കണ്ട് ശത്രുതാ മനോഭാവത്തോടെ ഇവിടെ ഉണ്ടായിരുന്ന സർക്കാരുകൾ തന്നെ നോക്കിക്കണ്ടിരുന്നു, അതിൻ്റെ ഭാഗമായുള്ള അതിക്രൂരമായ നടപടികൾ ഏതെല്ലാം തരത്തിൽ നേരിടേണ്ടി വന്നിരുന്നു എന്നതെല്ലാം ഇന്ന് മനസ്സിലാക്കാൻ കഴിയുക. വളരെ വേഗം കാര്യങ്ങൾ മറന്നുപോകുന്ന ഒരു അന്തരീക്ഷമുണ്ട് എന്നുള്ളത് നമ്മൾ കാണണം. അപ്പോൾ അത്തരം അനുഭവങ്ങൾ ഓർമ്മിപ്പിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ഇന്ന് കേരളം ഏറ്റവും അധികം അംഗീകരിക്കപ്പെട്ട ഒരു തലമാണ് അഴിമതി ഏറ്റവും കുറഞ്ഞ നാട് എന്നത്. നമ്മുടെ രാജ്യത്ത് അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായിട്ടാണ് കേരളത്തെ കണക്കാക്കുന്നത്. എന്നാൽ എന്തായിരുന്നു നമ്മുടെ നാടിൻ്റെ അവസ്ഥ? ഞാൻ ഓർക്കുന്നത്, നിങ്ങൾ കേരള NGO യൂണിയൻ ദശാബ്ദങ്ങൾക്ക് മുൻപ്
ഇവിടെ നടത്തിയ ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. സംസ്ഥാനത്താകെ നടത്തിയ ക്യാമ്പയിൻ. സിവിൽ സർവീസിന്റെ ഭാഗമായി നിലകൊള്ളുന്ന ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു സംഘടന എന്ന നിലക്ക് നിങ്ങളന്ന് ഉയർത്തിയ മുദ്രാവാക്യം ആ ക്യാമ്പയിനിൽ അഴിമതിരഹിത സിവിൽ സർവീസ് എന്നായിരുന്നു. അഴിമതി മുക്തമായ സിവിൽ സർവീസിന് വേണ്ടിയുള്ള പ്രചരണം ആ ഘട്ടത്തിൽ ഒരു സംഘടന എന്ന നിലക്ക് നിങ്ങൾ ഏറ്റെടുത്തു. ആ കാലം കേരളത്തിൽ ഇതുപോലെ അഴിമതി ഏറ്റവും കുറഞ്ഞ നാട് എന്ന പേര് സമ്പാദിച്ച കാലമല്ല. നമ്മുടെ നാടിൻ്റെ ചരിത്രം എല്ലാവർക്കും അറിയാമല്ലോ. നിങ്ങൾക്ക് പ്രത്യേകിച്ചും അറിയാം. നമ്മുടെ നാട്ടിൽ ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്ത് ചില പോസ്റ്റുകളിൽ ആളുകളെ നിയമിക്കുന്നതിന് ഏകദേശ ലേലം വിളികൾ തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി നിശ്ചിത റേറ്റ് നിശ്ചയിച്ചിരുന്നു. അതിൽ കൂടുതൽ കൊടുക്കുന്നവർക്ക് ആ പോസ്റ്റ് കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഇന്ന് കേരളത്തില് ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു ഭാഗം നമുക്ക് കാണാനുണ്ടോ? നാട് മാറിയപ്പോ ആള് ധരിക്കുന്നത് ഇത് തന്നെയായിരുന്നു എല്ലാ കാലവും എന്നാണ്. അപ്പോഴാണ് നിങ്ങളെ പോലുള്ളവര് പഴയ ഓർമ്മകൾ പങ്കുവെക്കേണ്ടത്. അപ്പോഴാണ് പുതിയ തലമുറക്ക് ഓ ഇങ്ങനെയായിരുന്നു നമ്മുടെ നാട്, അവിടെ നിന്നാണ് മാറി വന്നത്. അഴിമതി മുക്തം എന്നത് പൊതുവെ ഉണ്ടായതല്ല, അത് കൃത്യമായ നിലപാടുകളുടെ ഭാഗമാണ്. ഭരണതലത്തിലുണ്ടാകുന്ന നാടിനോടും ജനങ്ങളോടുമുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായി ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണ്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ചില്ലറ നേട്ടം തങ്ങൾക്കുണ്ടാവട്ടെ, അതിൻ്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ സമ്പാദ്യം തെറ്റായ മാർഗത്തിലൂടെ വർദ്ധിപ്പിക്കുക, ആ നിലപാട് നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായി നിലനിൽക്കുന്നില്ല. അതിലൂടെയാണ് ഇത്രയും വലിയ തോതിലുള്ള നേട്ടം നമുക്ക് നേടാനായത്. പൂർണ്ണമായിട്ടില്ല. പൂർണ്ണമായും അഴിമതി മുക്തമാകണം. അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം എന്ന നില മാത്രം പോരാ, പൂർണ്ണ വിമുക്തി നേടാൻ കഴിയണം. അതിന് നാം ഇനിയും തുടർന്നും ശ്രമിക്കേണ്ടതുണ്ട്. പക്ഷേ നമുക്കറിയാം, ചില തലങ്ങളിലുള്ള അഴിമതി പൂർണ്ണമായി ഇല്ലാതാക്കാനായിരിക്കുന്നു. അപ്പോ ആ കാര്യങ്ങൾ ശരിയായ രീതിയിൽ ഓർമ്മപ്പെടുത്താൻ നിങ്ങളെ പോലുള്ളവർക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ഒരുപാട് വ്യാജ നിർമ്മിതികൾ നടക്കുന്ന കാലമാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭരണരംഗത്ത് നല്ല രീതിയിലുള്ള ഇടപെടലാണ് ഈ കാലയളവിൽ ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ സിവിൽ സർവീസ് പൊതുവെ തന്നെ ജനോന്മുഖമായി പ്രവർത്തിക്കുന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട്. എന്നാൽ ഇനിയും മെച്ചപ്പെടേണ്ടതുണ്ടാകാം. നമ്മുടെ ഓഫീസുകളിൽ കയറി ഇറങ്ങി മനമെടുക്കുന്ന അവസ്ഥ സാധാരണ ആളുകൾക്ക് ഉണ്ടായിക്കൂടാ എന്നതുകൊണ്ടാണ് പല കാര്യങ്ങളും ഇപ്പോ ഓഫീസിൽ പോകാതെ തന്നെ ഓൺലൈനായി നിർവഹിക്കാനാകും എന്ന അവസ്ഥ വന്നിട്ടുള്ളത്. അപ്പോ അത്തരം കാര്യങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താനാകണം. നല്ല രീതിയിൽ അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്ന സിവിൽ സർവീസിനെയാണ് ഇപ്പോ നമുക്ക് കാണാൻ കഴിയുന്നത്. അത്തരമൊരു മാറ്റം ഉണ്ടാകുന്നതിനും ഈ ഒരു പൊതു സാഹചര്യം സൃഷ്ടിക്കുന്നതിലും നിങ്ങൾ വഹിച്ച പങ്ക് വളരെ വലുതാണ് എന്നതും ഞാൻ ഈ ഘട്ടത്തിൽ പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ ഒട്ടേറെ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ബോധപൂർവമാണ്. നാട്ടിൽ ഉണ്ടായിട്ടുള്ള സംഭവിച്ചിട്ടുള്ള ശരിയായ കാര്യങ്ങളെ തന്നെ തെറ്റായി ചിത്രീകരിക്കാനാണ് ശ്രമിക്കുന്നത്. അത്തരം ശ്രമങ്ങൾ ബോധപൂർവം നടത്തുകയാണ്. ചിലര് നമ്മുടെ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രചരണം ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാനാകും. ഇവിടെ കഴിഞ്ഞ 10 വർഷമായി തങ്ങൾക്ക് അധികാരത്തിൽ പങ്കില്ല എന്ന് പറയുന്ന ചില
ശക്തികൾ അതിനുവേണ്ടി മതവികാരം ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായി നാം കാണുന്നുണ്ട്. എന്നാൽ കേരളത്തിന്റെ അനുഭവം എന്താണ്? ഈ കഴിഞ്ഞ 10 വർഷക്കാലമായി ജാതിഭേദമോ മതവ്യത്യാസമോ ഇല്ലാതെ എല്ലാവരും ഒരേ രീതിയിലുള്ള ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും അനുഭവിച്ചു വരുന്ന ഒരു നാടായി കേരളം മാറിയിരിക്കുന്നു എന്നതാണ് നമ്മുടെ അനുഭവം. നാടിന്റെ മാറ്റം അത് ഏതെങ്കിലും ഒരു വിഭാഗം അനുഭവിക്കുന്ന കാര്യമല്ല. നാടിന്റെ മാറ്റം ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനോ ജാതി വിഭാഗത്തിനോ മാത്രമായി ഉള്ളതല്ല. ഏതെല്ലാം ജാതികളും ഏതെല്ലാം മതങ്ങളും കേരളത്തിലുണ്ടോ അതിലെല്ലാം വിശ്വസിക്കുന്നവരും അതിലൊന്നിലും വിശ്വസിക്കാത്തവരുമായിട്ടുള്ള എല്ലാ ആളുകൾക്കും ഒരേപോലെ നമ്മുടെ നാടിൻ്റെ ആനുകൂല്യങ്ങൾ അനുഭവിക്കാനുള്ള അവസരം ഇവിടെ ഉണ്ടാവുകയാണ്. അതാണ് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത. അതിൻ്റെ ഭാഗമായി നാടിൻ്റെ നില മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനം കേരളമാണ് എന്ന് ഇന്ത്യ ഗവൺമെന്റ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. അത് തനിയെ ഉണ്ടായതല്ല, നമ്മുടെ നടപടികളുടെ ഭാഗമായി സംഭവിച്ചൊരു കാര്യമാണ്. അതിൻ്റെ ഭാഗമായി ഏതൊരു കുടുംബത്തിനും നമ്മുടെ കേരളത്തിൽ വലിയ പ്രയാസമില്ലാതെ ജീവിക്കാൻ കഴിയുന്നു. ഇവിടെ ഇന്ത്യ രാജ്യത്ത് അതിദരിദ്രരില്ലാത്ത ഒരു നാടായി കേരളം മാറിയിരിക്കുന്നു. അത് ചെറിയ നേട്ടമല്ല. ലോകത്ത് തന്നെ അത്യപൂർവ സ്ഥലങ്ങൾ മാത്രമേ അതിദാരിദ്ര്യമുക്തമായിട്ടുള്ളൂ. നമ്മൾ അതിദാരിദ്ര്യമുക്തമായത് എങ്ങനെ എന്നത് നിങ്ങൾക്ക് നല്ലതുപോലെ നിശ്ചയമുള്ള കാര്യമാണ്. ആ അതിദാരിദ്ര്യമുക്തം ഒരു ദിവസം പെട്ടെന്നങ്ങ് പ്രഖ്യാപിച്ചതല്ല. 2021 2016 അധികാരത്തിൽ വന്ന സർക്കാരിന് കേരളത്തിന്റെ ചരിത്രം തിരുത്തിക്കൊണ്ട് തുടർ ഭരണം സമ്മാനിച്ചപ്പോൾ ആ ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ 2021 ഗവൺമെന്റ് പ്രഖ്യാപിക്കുകയാണ് അതിദാരിദ്ര്യമുക്തമാക്കണമെന്ന്. അതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അതിനാദ്യം വേണ്ടത് ഈ കുടുംബങ്ങളെ കൃത്യമായി അടയാളപ്പെടുത്തലായിരുന്നു. നിങ്ങൾക്കറിയാം, എങ്കിലും അതൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. 64,006 കുടുംബങ്ങൾ. ആ ഓരോ കുടുംബത്തെയും എങ്ങനെ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മുക്തമാക്കാമെന്നതിനുള്ള മൈക്രോ പ്ലാൻ തയ്യാറാക്കുന്നു. ഓരോ കുടുംബത്തിനും വ്യത്യസ്തമായ സാഹചര്യമായിരിക്കും. ആ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അവ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. കഴിഞ്ഞ നവംബർ 1 ഈ 64,006 കുടുംബങ്ങളും അതിദാരിദ്ര്യമുക്തമാകുന്നു. അതാണ് നാം പ്രഖ്യാപിച്ച അതിദാരിദ്ര്യമുക്ത കേരളം. എന്നാൽ നമ്മുടെ കേരളത്തിൽ അതല്ല, ഈ അതിദാരിദ്ര്യമുക്തമല്ല നാട്. ഇവിടെ അതിദരിദ്രർ ഇനിയുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില പ്രചരണങ്ങൾ ബോധപൂർവം അഴിച്ചുവിടുകയുണ്ടായി. പലരെയും തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമിച്ചത്. ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ടാകും. നമ്മൾ ദാരിദ്ര്യമുക്തമാണെന്നൊരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. അതിദാരിദ്ര്യമുക്തമാണ് ആയത്. അതിദാരിദ്ര്യത്തിന്റെ കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. ഇവിടെയുള്ള ഗവൺമെന്റിനെ എതിർക്കണമെന്ന് താല്പര്യമുള്ള ശക്തികളാകെ ആ പ്രചരണത്തോടൊപ്പം കൂടി. ചില മാധ്യമങ്ങളും വലിയ തോതിൽ ആ പ്രചരണം നടത്തി, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടത്തി. അത്തരം കാര്യങ്ങളിലാണ് നിങ്ങളോട് എനിക്കൊരു പൊതു അഭ്യർത്ഥന നടത്താനുള്ളത്. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ വലിയ തോതിൽ കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരു മേഖലയാണ്. ഒരുപാട് തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നതിന് വേണ്ടി പ്രൊഫഷണൽ ഏജൻസികളെ പല നിക്ഷിപ്ത താല്പര്യക്കാരും ദുരുപയോഗിക്കുന്നുണ്ട്. അങ്ങനൊരു അവസ്ഥ നിലനിൽക്കുമ്പോൾ നിങ്ങൾക്ക് സാമൂഹ്യ പ്രതിബദ്ധതയുണ്ട്. ആ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി എന്താണ് നാട്ടിൽ സംഭവിക്കുന്നത്, എന്താണ് സംഭവിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് ഈ അവസ്ഥയിലേക്ക് എത്തിയത്, ആ കാര്യങ്ങൾ തുറന്ന് പറയാൻ കഴിയുമല്ലോ. ആ കടമ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. നല്ല രീതിയിൽ അത്തരം
പ്രചരണങ്ങളിലേക്ക് കടക്കാൻ നിങ്ങൾക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നാടിനെ മറ്റൊരവസ്ഥയിലേക്ക് എത്തിക്കാനാകുമോ എന്നതാണ് ഈ വ്യാജ നിർമ്മിതികളിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വ്യാജ നിർമ്മിതി നാടിന്റെ പൊതുരീതി മാറ്റാനാണ്, പൊതു സ്വഭാവം മാറ്റുന്നതിനാണ്. ഇപ്പോ നമ്മുടെ ഇവിടെ നിങ്ങൾ പറഞ്ഞ ചില ഉദാഹരണങ്ങളുണ്ട്, അല്ലാത്തതിലേക്കാണ് ഞാൻ കടക്കുന്നത്. നമ്മുടെ നാട്ടിൽ ക്ഷേമ പെൻഷൻ 1600 രൂപ ഉണ്ടായിരുന്നത് 2000 രൂപയാക്കി. ആ 2000 രൂപ ക്ഷേമ പെൻഷൻ പ്രഖ്യാപനം വന്നപ്പോ ചിലര് അതിനെക്കുറിച്ച് നടന്ന പ്രചരണമുണ്ട്. ഇതിലെന്താണ് കാര്യം? ഇത് നാട്ടിലെല്ലാം പലതിനും വില കയറിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു വർധനവില്ലേ, അത് പെൻഷനും വർദ്ധിക്കണ്ടേ? ആ കാര്യം ഗവൺമെന്റ് ചെയ്തതല്ലേ. അതോടൊപ്പം ഇതെന്താ ഇവിടെ മാത്രമാണോ? എല്ലായിടവും ഇങ്ങനെ പെൻഷൻ വർദ്ധിപ്പിക്കല്ലേ? ഇപ്പൊ കേരളത്തിൽ ഒരു ഗവൺമെന്റ് മാത്രമാണോ ഇത് ചെയ്തിട്ടുള്ളത്? എല്ലാവരും ചെയ്യല്ലേ? ഇവിടെ നിങ്ങൾക്കറിയാലോ കാര്യങ്ങള്. നിങ്ങൾ അറിയുന്ന കാര്യങ്ങൾ നിങ്ങളെ മനസ്സിൽ മാത്രം വെച്ചാൽ പോരാലോ. ഈ പറയുന്ന പ്രചരണത്തിന്റെ പൊള്ളത്തരം എത്രയാണ് എന്ന് അത് തുറന്നു കാണിക്കാലോ. അതിന് നിങ്ങൾ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാറ്. ഇപ്പോ എന്താണ് നാട്ടിലെ പെൻഷന്റെ, ഇത്തരം ക്ഷേമ പെൻഷന്റെ ചരിത്രം? 1980-ലാണല്ലോ ക്ഷേമ പെൻഷൻ ആദ്യമായി പ്രഖ്യാപിക്കുന്നത്. 45 രൂപ ആർക്ക്? കർഷക തൊഴിലാളിക്ക്. എന്തൊരു പൊല്ലാപ്പായിരുന്നു എന്ന്, എത്ര ശക്തമായ എതിർപ്പായിരുന്നു എന്ന്. ആ ഗവൺമെന്റ് 82-ൽ കഴിഞ്ഞു. 82 മുതൽ 87 വരെ അധികാരത്തിലിരുന്ന UDF ഗവൺമെന്റ് ചില്ലിക്കാശ് മാറ്റിയോ? വർദ്ധിപ്പിച്ചോ? ആ പദ്ധതിക്ക് അനുകൂലമായി എന്തെങ്കിലും നടപടിയെടുത്തോ? അവിടെ ഈ UDF ഗവൺമെന്റിനെ കുറിച്ച് പറയുമ്പോൾ 82, 87, 91, 96, 2001, 2006 ഈ കാലയളവെല്ലാം UDF ഗവൺമെന്റ് അധികാരത്തിലിരുന്ന കാലാണല്ലോ. ഈ ഘട്ടത്തിൽ ചില്ലറ വർധനവുകൾ ഇടക്ക് വന്ന LDF ഗവൺമെന്റ് ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ വരുത്തുന്നുണ്ട്. എന്നാൽ ആ വർധനവ് ഏതെങ്കിലും ഘട്ടത്തിൽ ഈ പറഞ്ഞ കാലയളവിൽ UDF ഗവൺമെന്റ് നടപ്പാക്കി ചില്ലിക്കാശ് വർദ്ധിപ്പിച്ചോ? ഈ പറയുന്ന തുക അതേ രീതിയിൽ നൽകുന്നതിന് UDF സർക്കാർ തയ്യാറായോ? 2006-ല് LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോ അന്ന് ഉള്ള പെൻഷൻ കുടിശ്ശികയായിട്ടുണ്ടായിരുന്നത് എത്ര മാസമായിരുന്നു? 28 മാസം. പിന്നെ 2011-ൽ അധികാരത്തിൽ വന്ന UDF ഗവൺമെന്റ് നിലവിലുണ്ടായിരുന്ന 500 രൂപയിൽ ചെറിയൊരു വർധനവ് അവസാനം വരുത്തി 600 ആക്കി. ആ 600 കടലാസിലായിരുന്നു, ആർക്കും കൊടുത്തില്ല. 2016-ൽ അധികാരത്തിൽ വന്ന LDF സർക്കാരാണ് 18 മാസത്തെ കുടിശ്ശിക കൊടുത്തു തീർക്കുന്നത്. 2006-ലെ സർക്കാരാണ് 28 മാസത്തെ കുടിശ്ശിക കൊടുത്തു തീർക്കുന്നത്. ഇതെല്ലാം നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമല്ലേ. നിങ്ങൾക്കത് നല്ലതുപോലെ അറിയാലോ. എന്തോ ഒരു സ്വാഭാവിക കാര്യം സംഭവിച്ചു എന്ന മട്ടിൽ കാര്യങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ നിങ്ങളിൽ എത്ര പേർക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഇതിന്റെ യഥാർത്ഥ വസ്തുത തുറന്നു കാണിക്കാൻ കഴിഞ്ഞു? എന്താണ് തുറന്നു കാണിക്കുന്നതിന് വഴി? ആ കാര്യം നമ്മൾ നിർവഹിച്ചു പോകണ്ടേ? വലിയ തോതിൽ വ്യാജങ്ങൾ, നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോ നമ്മുടേതായ ഉത്തരവാദിത്വം നമുക്ക് നിർവഹിച്ചു പോകാൻ കഴിയണ്ടേ? ഇത് മാത്രമാണോ? കേരളത്തിൽ ഒഴികെ മറ്റെവിടെയുണ്ട് ഈ പറയുന്ന പെൻഷൻ വർധനവ്? 600 രൂപ 2016-ൽ LDF സർക്കാർ അധികാരത്തിൽ തുടങ്ങുമ്പോൾ 600 രൂപ. 2021 ആ ഗവൺമെന്റിന്റെ അവസാനമാകുമ്പോൾ അത് വർദ്ധിച്ച് 600-ൽ നിന്ന് 1600 രൂപയാകുന്നു. ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ പഴയ ചരിത്രം തന്നെ ആവർത്തിച്ചു എന്ന് സങ്കല്പിക്കുക. LDFന് വിജയിക്കാനായില്ല, UDF ആണ് വിജയിക്കുന്ന വിചാരിക്കുക. ഈ പറയുന്ന 1600 രൂപ ഈ 5 വർഷം കൊടുത്തിട്ടുണ്ടാവുമോ? ചെറിയ സംഖ്യ തന്നെ കൊടുക്കാത്തവര് ഇത് കൊടുക്കാൻ തയ്യാറാവുമോ? പിന്നെ വർധനവിന്റെ കാര്യം ആലോചിക്കാനുണ്ടോ? ഈ വസ്തുതകള്, നിങ്ങൾക്കെല്ലാം ബോധ്യമുള്ള വസ്തുതകള് നിങ്ങൾ എല്ലാവരും കൂടി നാടിന്റെ മുന്നിലേക്ക് അവതരിപ്പിച്ചാൽ അത് നല്ല രീതിയിൽ ഉള്ള ഒരു മറുപടിയായി മാറില്ലേ? ആരെയാണ് അതിന് കാത്തു നിൽക്കുന്നത്? നമുക്ക് ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ കഴിയണ്ടേ ഈ കാലത്ത്? ഇവിടെ LDF സർക്കാർ ആ 1600 രൂപ മുടക്കമില്ലാതെ കൊടുത്തല്ലോ. ഇപ്പോ 2000 ആക്കി. ആ 2000-വും
മുടക്കമില്ലാതെ കൊടുക്കുകയാണല്ലോ. രാജ്യത്ത് ഏതെങ്കിലും സംസ്ഥാനത്ത് ഇത്തരമൊരു കാര്യം കാണാനുണ്ടോ? കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന സർക്കാരുകളുണ്ടല്ലോ, എവിടെയെങ്കിലും ഇതിന് സമാനമായ ഒരു ക്ഷേമ പ്രവർത്തനമുണ്ടോ? എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്തരമൊരു ക്ഷേമ പ്രവർത്തനം ഉണ്ടായത്? വെറുതെ ഉണ്ടായതല്ല, ജനങ്ങളോട് പ്രതിബദ്ധത വേണം. ആ ജനങ്ങളോട് പ്രതിബദ്ധത വേണ്ടത്രയുണ്ട് LDFന്. അതുകൊണ്ടാണ് രാജ്യത്ത് നടപ്പാക്കുന്ന ആഗോളവൽക്കരണ നയവും നവോദാരവൽക്കരണ നയവും അതല്ല കേരളത്തിൽ. തീർത്തും വ്യത്യസ്തമായ ബദൽ നയമാണ്. ഇപ്പോ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അനുഭവമുണ്ട്. നമ്മുടെ നെല്ല് സംഭരിക്കുമ്പോൾ, കേരളത്തിലെ കർഷകരിൽ നെല്ലെടുക്കുമ്പോൾ ചെറിയൊരു സംഖ്യ നമ്മൾ വർദ്ധിപ്പിച്ചു, കേരളത്തിൻ്റെതായി കൊടുക്കുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ ഇൻഡാസ് വന്നിരിക്കുന്നു, നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല, നിങ്ങൾ വില ഇങ്ങനെ വല്ലാതെ വർദ്ധിപ്പിക്കുകയാണ്, അത് തെറ്റായ സമ്പ്രദായമാണ്, തിരുത്തേണ്ടതാണ് എന്ന് പറഞ്ഞാൽ കൃഷിക്കാർക്ക് നെല്ലിന് ആ തരത്തിൽ വില കൊടുക്കാൻ പാടില്ല, ഞങ്ങൾ പറയുന്ന വില മാത്രമേ കൊടുക്കാവൂ എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് അനുശാസിക്കുന്നത്. അതാണ് കേന്ദ്ര നയം, അതാണ് നവ ഉദാരവൽക്കരണ നയത്തിന്റെ പ്രത്യേകത. ആ നവ ഉദാരവൽക്കരണ നയമാണ് കേരളം ഒഴിച്ച് ഇന്ത്യയിൽ നടപ്പാക്കപ്പെടുന്നത്. അതാണ് ഇവിടെ ഇതിനെയെല്ലാം ലളിതവൽക്കരിക്കാൻ നോക്കുന്ന UDFന്റെ നേതൃത്വം, കോൺഗ്രസ്, അവര് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും നടപ്പാക്കുന്നത് അതേ നയമാണ്. നിങ്ങൾക്കറിയാലോ, സർവീസ് കാര്യങ്ങളിൽ ആഗോളവൽക്കരണവും നവോദാരവൽക്കരണവും നടപ്പാക്കപ്പെട്ടതിന് ശേഷം വന്നിട്ടുള്ള മാറ്റം, ആരാണ് ഈ നയത്തിന് തുടക്കം കുറിച്ചത്? ആഗോളവൽക്കരണ നയവും നവോദാരവൽക്കരണ നയവും കോൺഗ്രസ് അല്ലേ തുടക്കം കുറിച്ചത്. ആ നയം ഇപ്പോൾ തീവ്രമായി കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന BJP നടപ്പാക്കുന്നു. ഇവർ രണ്ടു കൂട്ടർക്കും നയത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അനുഭവത്തിൽ ആ നയം അങ്ങേയറ്റം ജനദ്രോഹപരമായി എന്ന് കണ്ടിട്ടും ഞങ്ങളന്ന് സ്വീകരിച്ച നിലപാട് തെറ്റായി പോയി എന്ന് പറയാൻ ഇതേവരെ കോൺഗ്രസ് തയ്യാറായിട്ടുണ്ടോ? അപ്പോൾ BJPക്കും കോൺഗ്രസിനും ഇക്കാര്യത്തിൽ ഒരേ നയമല്ലേ? ആ നയം ജനവിരുദ്ധമാണ്. അവിടെയാണ് വ്യത്യസ്തത. ബദൽ എന്നത് കേവലം ഒരു പേരല്ല, അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് അനുകൂലമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നതാണ്. അതാണ് നാം ഇവിടെ നടപ്പാക്കുന്ന ബദൽ നയത്തിന്റെ പ്രത്യേകത. ഇത് നമുക്ക് ശരിയായ രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയണ്ടേ? ഇതിന്റെ തന്നെ മറ്റൊരു ഭാഗം ആലോചിച്ച് നോക്കൂ. ഇവിടെ ഈ കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നടപടികൾ, അത് ജനങ്ങളാകെ അംഗീകരിക്കുന്ന നടപടിയാണ്. എല്ലാ ഘട്ടത്തിലും ജനങ്ങൾ അതിന് അകമഴിഞ്ഞ പിന്തുണ നൽകിയിട്ടുണ്ട്. നാം ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട്, ഒട്ടേറെ പ്രകൃതി ദുരന്തങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്, മഹാമാരി നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാം മുന്നിൽ തളർന്നു പോകേണ്ട ഒരു നാടാണിത്. പക്ഷേ നമുക്ക് അതിജീവിച്ചേ മതിയാകുമായിരുന്നുള്ളൂ. വിജയകരമായി നമുക്ക് അതിജീവിക്കാൻ കഴിഞ്ഞു. രാജ്യവും ലോകവും നമ്മളെ നോക്കി ആശ്ചര്യപ്പെട്ടു. എന്തായിരുന്നു അതിന്റെ രഹസ്യം? നമ്മുടെ നാടും ജനങ്ങളും കാണിച്ച ഐക്യവും ഒരുമയും. അതിന്റെ ഭാഗമായി ഒന്നും അസാധ്യമല്ല എന്ന് തെളിയിക്കുന്ന ഒരു സമൂഹമായി, സംസ്ഥാനമായി കേരളീയ സമൂഹവും കേരളവും മാറി. അതല്ലേ വസ്തുത? ഇതിനെ സാധാരണഗതിയിൽ മറച്ചു വെക്കാനാവില്ല. അപ്പോ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നടപടികളുമായിട്ട് നീങ്ങുകയാണ്. നിങ്ങളുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രശ്നമാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. SIR നാട്ടിലിപ്പോ നടപ്പായിക്കൊണ്ടിരിക്കുകയാണല്ലോ. SIRന്റെ നടപടികളെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഇവിടെ ഒരുപാട് ആശങ്കകൾ ആളുകൾ ഉയർന്നു വന്ന ഒരു കാര്യമാണത്. നേരത്തെ നമ്മുടെ രാജ്യത്ത് പൗരത്വ നിയമ ഭേദഗതി വന്നപ്പോ അതിനെതിരെ കർക്കശ നിലപാടാണ് ഒരു മുന്നണി എന്ന നിലക്ക് LDFും ആ മുന്നണി നേതൃത്വം കൊടുക്കുന്ന സർക്കാർ എന്ന നിലക്ക് കേരള സർക്കാരും സ്വീകരിച്ചത്. അതിന്റെ ഭാഗമായി വലിയ ക്യാമ്പയിൻ നടന്നു, വിവിധ തലങ്ങളിലുള്ള ക്യാമ്പയിനുകൾ നടന്നു. എല്ലാറ്റിൻ്റെയും മുൻപന്തിയിൽ ഇടതുപക്ഷം ഉണ്ടായിരുന്നു. ആർക്കും അതുമായി ബന്ധപ്പെട്ട് ഒരു പരാതിയും ഇടതുപക്ഷത്തെ കുറിച്ച് പറയാനാവില്ല. SIR വന്നപ്പോ തെറ്റായ രീതിയിൽ കാര്യങ്ങൾ നീങ്ങുന്നു, ഇവിടെ നിരവധി വോട്ടർമാര്
വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടാൻ സാധ്യതയുണ്ട്. ആ കാര്യങ്ങൾ ശരിയായ രീതിയിൽ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രദ്ധയിൽപ്പെടുത്താൻ നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു. അതുകൊണ്ടും ആവുന്നില്ല എന്ന് വന്നപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചു. ഇതെല്ലാം ചെയ്ത സംസ്ഥാന സർക്കാരിനെ കുറിച്ച് എന്ത് പ്രചരണമാണ് നാട്ടിൽ നടത്തിയത് എന്നത് നിങ്ങൾക്കറിയോ? അതാണ് നാം ശ്രദ്ധിക്കേണ്ട കാര്യം. കഴിഞ്ഞ ദിവസം ഒരു നവമാധ്യമത്തില്, ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റിംഗ് ഉണ്ടായി. മഞ്ചേരിയിലുള്ള ഒരു സ്ത്രീ കൊണ്ടോട്ടിയിലേക്ക് പോകുന്നു. അവിടുത്തെ ആശുപത്രിയിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് ബസ് കയറാൻ വന്ന് നിൽക്കുകയാണ്. ബസ് കയറാൻ വന്ന് നിന്നപ്പോ ബസ്സിലെ കണ്ടക്ടർ കോഴിക്കോടേക്കുള്ള യാത്രക്കാരിയാണ് ആദ്യം കയറ്റുക. അപ്പൊ ഇവർക്ക് ആദ്യം സീറ്റില്ല. അപ്പൊ വേറൊരു സ്ത്രീ അവിടെയുണ്ട്, അവരൊരു പൊതുകാര്യ പ്രസക്തിയാണെന്ന് തോന്നുന്നു. അവർ ബഹളം വെച്ചു, എന്താണ് നിങ്ങൾ ഇവരെ കയറ്റാത്തത്? അങ്ങനെ തർക്കമായപ്പോ പിന്നെ കയറ്റേണ്ടി വന്നു. ആ കൂട്ടത്തിൽ അവരും കയറി. രണ്ടാളും ഒന്നിച്ചൊരു സീറ്റ് ഇരിക്കുകയാണ്. അപ്പൊ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ സ്ത്രീയോട് മറ്റേ സ്ത്രീ ചോദിച്ചു, എന്താണ് വിവരങ്ങൾ? ഓപ്പറേഷന്റെ വിവരമൊക്കെ പറഞ്ഞു. ആശുപത്രിയുടെ വിവരം ചോദിച്ചു. നല്ല ചികിത്സയാണ്, ഭക്ഷണത്തെ പറ്റിയായി, നല്ല ഭക്ഷണമാണ്, ചില ദിവസം ഇറച്ചിയൊക്കെ ഉണ്ട്. അങ്ങനെ തൃപ്തികരമായ പ്രതികരണം അവരുടെ ഭാഗത്ത് നിന്ന് വരികയാണ്. അതൊക്കെ എങ്ങനെയാണ്, അതിനെപ്പറ്റിയൊന്നും അവർക്കൊരു ധാരണയില്ല. അത് കഴിഞ്ഞ് വീട്ടുകാര്യങ്ങളിലേക്ക് എത്തി. അപ്പോ അവർക്ക് പെൻഷൻ ലഭിക്കുന്നുണ്ട്. പെൻഷൻ ഇപ്പൊ എത്രയാ? അതിപ്പോ 2000. നേരത്തെ അത് 1600 ആയിരുന്നു. അതെങ്ങനെയാ വർധനവ്? അത് മുഖ്യമന്ത്രി നമ്മളെ സൂചിപ്പിക്കാൻ തന്നതല്ലേ. അപ്പൊ ഇവർക്കൊരാശില്ല, എന്താ സൂചിപ്പിക്കല്? അല്ലാതെ സുഖിപ്പിച്ചിട്ട് നമ്മളെയൊക്കെ ഇവിടുന്ന് പറഞ്ഞേക്കാനല്ലേ? ആ പറഞ്ഞേക്കാൻ വേണ്ടിയല്ലേ ഈ SIR ഇപ്പോ മുഖ്യമന്ത്രി നടപ്പാക്കുന്നത്. കണ്ട അതിന്റെ രീതി മനസ്സിലായോ? ഈ SIR എന്ന് പറയുന്ന കാര്യം ആ പാവപ്പെട്ട സ്ത്രീയെ പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുന്നത് കേരള ഗവൺമെന്റ് നടപ്പാക്കുന്നതാണ് എന്നാണ്. ആ മറ്റേ സ്ത്രീ കാര്യവിവരമുള്ള സ്ത്രീ ആയതുകൊണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഈ സ്ത്രീ അങ്ങനെയാണോ എൻ്റെ അടുത്ത് വന്നിട്ട് ഇതെങ്ങനെയാണ് പറഞ്ഞത് എന്നാ സ്ത്രീ പറയാണ്. അപ്പോ ഇത്തരം കാര്യങ്ങള്, ശരിയായ കാര്യങ്ങൾ നമ്മൾ മാത്രം മനസ്സിൽ വെച്ചാൽ പോരാ. തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ എന്താണ് ശരിയായ കാര്യങ്ങൾ എന്നത് നാട്ടിൽ അവതരിപ്പിക്കാൻ എല്ലാവരും അവരവരുടേതായ പങ്ക് വഹിക്കേണ്ടതുണ്ട്. അത് മറന്നുപോകാൻ പാടില്ല. ഇവിടെ 10 വർഷമായി ഞങ്ങൾക്ക് അവസരമില്ല എന്ന് പറയുന്നവരുണ്ട്. എന്തിനുള്ള അവസര? നേരത്തെ പറഞ്ഞ ആ പോസ്റ്റിന്റെ ലേലം വിളിക്കുള്ള അവസരം. അതിന്റെ ഭാഗമായി നടന്ന നിരവധി തെറ്റായ കാര്യങ്ങൾക്കുള്ള അവസരം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഒരു ജനവിഭാഗത്തിനും ഏതെങ്കിലും തരത്തിലുള്ള അവഗണനയുണ്ടായിട്ടില്ല. എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് പോകുന്നത്. പക്ഷേ തങ്ങളുടെ നിക്ഷിപ്ത താല്പര്യം സംരക്ഷിക്കാൻ എന്ത് നെറികേടും നാട്ടിൽ പ്രചരിപ്പിക്കാൻ തയ്യാറാവുകയാണ്. നാടിന്റെ പൊതുവായ അന്തരീക്ഷം മാറ്റിമറിക്കാനും ശ്രമിക്കുകയാണ്. ഇപ്പോ കേരളം കഴിഞ്ഞ 10 വർഷമായി ഏതെങ്കിലും ഒരു വർഗീയ കലാപം ഉണ്ടായോ? കേരളത്തിൽ വർഗീയ ശക്തികളില്ലേ? അവരെല്ലാം സ്ഥലം വിട്ടോ? കേരളത്തില് ചില വർഗീയ സംഘടനകള് രാജ്യത്തെ ഏറ്റവും കരുത്തുറ്റ സംഘടന കേരളത്തിലാണ് എന്ന് അഹങ്കരിക്കുന്നതാണ്. എന്തുകൊണ്ടാ അവർക്ക് തലപൊക്കാൻ കഴിയാത്തത്? ഇപ്പൊ ഈ 10 വർഷമായിട്ട് വർഗീയ സംഘർഷമില്ല എന്ന് പറയുമ്പോ കേരളത്തിൽ അതിന് മുൻപുള്ള അവസ്ഥ എന്തായിരുന്നു? ഇവിടെ വർഗീയ സംഘർഷം ഇല്ലാത്ത നാടായിരുന്നോ? ഏതെല്ലാം വർഗീയ സംഘർഷങ്ങൾ, ഏതെല്ലാം തരത്തിലുള്ള കലാപങ്ങൾ, നഷ്ടപ്പെട്ട ജീവനുകൾ എത്ര പേർക്ക് മാരകമായ പരിക്കേറ്റു, ആരുടെയെല്ലാം സ്വത്തുക്കൾ കൊള്ളയടിക്കപ്പെട്ടു, വീടുകള്, സ്ഥാപനങ്ങള്, ആരാധനാലയങ്ങള് തകർക്കപ്പെട്ടില്ലേ? എല്ലാം ഈ കേരളത്തിൽ നടന്നല്ലേ? അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരവസ്ഥ ഈ 10 വർഷക്കാലം എന്തുകൊണ്ടാണ് നിലനിൽക്കുന്നത്? അത് വളരെ പ്രധാനമാണല്ലോ. അതിന് കാരണം നമ്മുടെ സമൂഹത്തിന്റെ പ്രത്യേകതയുണ്ട്, അത് മറക്കണ്ട. എന്നാൽ അതേസമയം ഈ കേരളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വർഗീയ സംഘർഷം ഉയർന്നു വരുമ്പോ അവിടെ കർക്കശമായ നടപടിയാണ്, വിട്ടുവീഴ്ചയില്ലാത്ത ഇടപെടലാണ്. അതിന്റെ ഭാഗമായി ഒരു വർഗീയ സംഘടനയുമായും ചാരി നിൽക്കുന്ന അവസ്ഥയില്ല, ഒരു വർഗീയ സംഘടനയും പ്രോത്സാഹിപ്പിക്കുന്ന അവസ്ഥയില്ല. ഇതിന്റെ ഭാഗമായി ഇന്നത്തെ നമ്മുടെ രാജ്യത്ത് നല്ല ശാന്തി, സമാധാനത്തോടെയും ശാന്തിയോടെയും ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം കേരളം പോലെ മറ്റെവിടെയുണ്ട്? ഇതല്ലേ നമ്മൾ കാണേണ്ടത്.
എൻ്റെ ഒരു അനുഭവം ഞാൻ പങ്കുവെക്കാൻ നിങ്ങളുടെ അടുത്ത്. കുറച്ച് ദിവസം മുൻപാണ് കേരള അസംബ്ലിയിൽ ഞാനത് പറഞ്ഞു ഒരു ദിവസം. നമ്മുടെ വ്യവസായ മന്ത്രി ഒരു വ്യവസായ സംരംഭകരെയും കൂട്ടി എൻ്റെ അടുത്ത് വന്നു. അപ്പോ അവരൊരു പുതിയ സംരംഭം തുടങ്ങാനാണ്. നിക്ഷേപം എന്നറിയാം, 3 ലക്ഷത്തിൽ പരം കോടി രൂപ. 3 ലക്ഷത്തിൽ പരം കോടി രൂപയുടെ ഒരു നിക്ഷേപം എന്നത് കേൾക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്ത ആശ്ചര്യം തോന്നുമല്ലോ. എന്താണ് ഇത് കഥ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. അങ്ങനെ അവരോട് ഞാൻ ചോദിച്ചു, അവർ കേരളീയരല്ല, എന്താണ് നിങ്ങൾ കേരളം തിരഞ്ഞെടുക്കാൻ കാരണം? അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി, കേരളീയനല്ല അദ്ദേഹം പറഞ്ഞ മറുപടി, കേരളം പോലെ സമാധാനപരമായി ജീവിക്കാൻ പറ്റുന്നൊരു സ്ഥലമില്ല വേറെ. ഇവിടെ കമ്മ്യൂണൽ പ്രശ്നമില്ല. ഞങ്ങളുടെ നിക്ഷേപം ഭദ്രമായിരിക്കുമെന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. ഇതാണ് ഈ കഴിഞ്ഞ 10 വർഷമായി നമ്മുടെ നാടിന് രാജ്യത്തിന്റെ മുന്നിൽ നൽകാൻ കഴിഞ്ഞിട്ടുള്ള പ്രതീതി. അത് തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ആ ശ്രമത്തെ കണ്ടില്ല എന്നടിക്കരുത്. അത്തരം ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ ഓരോ ആളും, ഇതൊരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സംഘടന എന്ന നിലക്ക് നിങ്ങളുടെ സർവീസ് കാര്യങ്ങളിൽ മാത്രമല്ല നിങ്ങൾ എല്ലാ കാലത്തും ശ്രദ്ധിച്ചിട്ടുള്ളത്, സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി ഒരുപാട് കാര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. ആ കടമ നിങ്ങൾക്ക് നല്ലതുപോലെ നിറവേറ്റാനാവണം. അത്തരം വ്യക്തികളെ, ശക്തികളെ തുറന്നു കാണിക്കാൻ നിങ്ങളാൽ കഴിയാവുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ ഈ സ്റ്റേറ്റ് സെന്ററിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.